എന്നേക്കാൾ വലിയ ഗതികെട്ടവൻ ഈ ലോകത്തുണ്ടാകുമോ ദൈവമേ എന്നായിരിക്കും ഇപ്പോൾ ഹൂലിയൻ ആൽവാരസ് ചിന്തിക്കുന്നുണ്ടാവുക. ഈ സീസണിലുടനീളം മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന താരമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ നിർണായകമായ ഘട്ടത്തിൽ അദ്ദേഹം സ്ലിപ്പായി പോയി. പെനാൽറ്റി എടുത്തപ്പോൾ ഡബിൾ ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർ ചെക്ക് ചെയ്ത് റഫറി അത് ക്യാൻസൽ ചെയ്തു. ആ ഒറ്റ മിസ്റ്റേക്ക് കാരണം അത്ലറ്റിക്കോ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇത് വലിയ വിവാദമായിട്ട് മാറിയിട്ടുണ്ട്. കോച്ച് ഡിയേഗോ സിബിയോണി പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, നിങ്ങൾ കണ്ടോ, ആരെങ്കിലും കണ്ടവരുണ്ടോ, അത് ഡബിൾ ടച്ച് കണ്ടവരുണ്ടെങ്കിൽ കൈ പൊന്തിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ രൂപത്തിൽ അതിനോട് പ്രതിഷേധിക്കുന്ന കാഴ്ചയും കണ്ടു. ഡബിൾ ടച്ച് എന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം അത് ഗോളല്ല, ആ പെനാൽറ്റി ഗോളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം യഥാർത്ഥത്തിൽ ആ കിക്ക് എടുക്കാൻ വേണ്ടി വന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒന്ന് സ്ലിപ്പായി പോയി. അദ്ദേഹം കിക്ക് എടുത്തു, പക്ഷേ രണ്ട് കാലിലും കൊണ്ടു എന്നാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിയമപ്രകാരം അത് ഗോളല്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, ഇത് കുറേ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, റഫറി റയലിനെ സഹായിച്ചു എന്ന രൂപത്തിൽ. അതിലെന്താണ് പറയാനുള്ളത്? അതിൽ പറയാനുള്ളത് ലൂക്കാ മോഡ്രിച്ച് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കാം. അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞു, ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു എന്നുള്ളത് എന്നെ സർപ്രൈസ്ഡ് ആക്കുന്നുണ്ട്. കാരണം ഇതാണ് റൂൾ അനുസരിച്ച് അത് ഗോളല്ല. അദ്ദേഹം 2 തവണ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് ബാഡ് ലക്ക് ഫോർ ഹിം, ഗുഡ് ലക്ക് ഫോർ അസ്. അതാണ് യാഥാർത്ഥ്യം. ഇത് ഹുലിൻ ആൽവാരസിന് ദൗർഭാഗ്യകരമാണ്. റയൽ മാഡ്രിഡിന് ഭാഗ്യം അവരെ തുണച്ചു എന്നേ പറയേണ്ടതുള്ളൂ. മറ്റ് കാര്യങ്ങളൊന്നും ഇതിലില്ല. അദ്ദേഹത്തിന് വലിയ വലിയ നിരാശയുണ്ടാക്കുന്നു, അതിൽ തർക്കമേയില്ല. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള വിവാദങ്ങളിൽ ഒരർത്ഥവുമില്ല. ഡബിൾ ടച്ച് പെനാൽറ്റിയിൽ വന്നാൽ അത് ഗോളല്ല.